നമ്മൾ വെപ്പുപല്ലുകളെ സംബന്ധിച്ച് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. ഇനി ഇതിനകത്ത് ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് ഊരിയെടുത്തും വെക്കുന്ന പല്ലുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എസ്പെഷ്യലി ഫുൾ ഡെഞ്ചറുകൾ, പ്രായമായ ആളുകൾ വെക്കുന്ന ഡെഞ്ചറുകൾ. ഈ ഡെഞ്ചറുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നൊരു കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. നമുക്ക് റീസെൻ്റായിട്ട് വന്നൊരു കമൻറ്റാണ്, ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ബ്ലാക്ക് സ്റ്റെയിൻസ് വന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആളുകളുടെ വായ നമ്മൾ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുന്നത് പോലെ തന്നെ, നമ്മുടെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ വെപ്പുപല്ലുകളും ഹൈജീൻ കംപ്ലീറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വെപ്പുപല്ലുകൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പൂപ്പൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വായ്ക്ക് ദുർഗന്ധവും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദുർഗന്ധം മാത്രമല്ല, നമ്മുടെ പാലറ്റിനും വായുടെ മറ്റു ഭാഗങ്ങളിലും ഫംഗൽ അണുബാധകളും മറ്റും സംഭവിക്കാനുമുള്ള സാധ്യതയുള്ളതിനാൽ നമുക്ക് പല്ലുള്ളപ്പോൾ നമ്മുടെ വായ എങ്ങനെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ അതിലും കുറച്ചുകൂടി കെയർ എടുത്ത് നമ്മുടെ ഡെഞ്ചറുകൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഡെഞ്ചർ എന്ന് വെച്ചാൽ വെപ്പുപല്ലാണ്. ഇനി ഈ വെപ്പുപല്ല് വെക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, രാത്രി കാലങ്ങളിൽ ഇത് ഊരിയെടുത്ത് വെക്കണം. എവിടെ എടുത്ത് വെക്കണം? വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിടാതെ ഈ പല്ല് വെക്കാൻ പാടില്ല. ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അക്രിലിക്കാണ്. അപ്പോൾ ഇത് ഊരി കൃത്യമായി വെള്ളത്തിലിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഷ്രിങ്ക് ചെയ്യുകയും ഇതിന് അളവ് വ്യത്യാസം വരികയും ചെയ്യും. പിന്നീട് നിങ്ങളുടെ വായുടെ അളവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അളവിലോട്ട് മാറുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ടത് പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ മുറുക്കം അനുഭവപ്പെടും, മുറിവുകൾ ഉണ്ടാകും അതുമൂലം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും അതിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ അളവും കൃത്യമായി നിലനിർത്തുന്നതിനുമാണ് വെള്ളത്തിൽ ഇതിട്ട് വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി രാത്രി നമ്മൾ എന്തിനു ഊരി വെക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മൗത്തിലെ മറ്റ് മസിൽസിനെയും ടിഷ്യൂവിനെയും റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഫുൾ ടൈം ഷൂ ഇട്ടുകൊണ്ട് നടക്കുമോ? ഇല്ല. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഷൂ ഊരി വെക്കും അല്ലേ? എന്തിന്? കാലിനൊരു റിലാക്സേഷന് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ വായ്ക്കകത്തുള്ള ടിഷ്യൂസിന് റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഊരിയെടുക്കാൻ പറയുന്നത്. നിർബന്ധമായിട്ടും രാത്രി സമയത്ത് ഇത് ഊരി വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ ഓവർ സ്ട്രെസ്സായി പോവും. അതും നമ്മുടെ ശരീരത്തിന് ചീത്തയാണ്. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള വര എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രഷിങ് പ്രോപ്പറായിട്ട് നടക്കാത്തപ്പോഴാണ്. അതായത് നിങ്ങൾ ഹാർഡ് ബ്രഷുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതുമാത്രമല്ല നിങ്ങൾ ഡെഞ്ചർ വെട്ടിയിപ്പിക്കാതെ നനയ്ക്കാതെ ഡയറക്റ്റായിട്ട് ബ്രഷ് ചെയ്താലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതിന് സ്ക്രാച്ചസുകൾ പോലെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രസ്റ്റിൽ ബ്രഷുകൾ വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ഇതൊന്ന് നനച്ചിട്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ. പിന്നെ നമ്മൾ പേസ്റ്റുകൾ, ഡിറ്റർജൻറ്റ് ഏത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റുകൾ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റുകളോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജെൽ ടൈപ്പ് തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകളോ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം അതിനകത്തൊക്കെ അബ്രസീവ് അംശം ഉണ്ട്. അബ്രസീവ്സ് ആണ് നമുക്ക് ഈ വെളുപ്പ് നിറം നൽകുന്നത് നമ്മൾ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ. ഇത് നമ്മുടെ ഡെഞ്ചറിനെ കേടുവരുത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടൂത്ത് പേസ്റ്റുകളൊന്നും ഉപയോഗിക്കരുത്. ബേസിക് ടൈപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഏറ്റവും നല്ലത് നമ്മൾ ഡെഞ്ചർ ക്ലീൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും അതിന് വേണ്ടിയിട്ടുള്ള വാഷ് ചെയ്യുന്ന ഇതും ഡിറ്റർജൻസും പോലെയുള്ളത് അവൈലബിൾ ആണ്. അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതത്ര അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കൽ വിനാഗർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. അല്ലാതെ ഓവറായിട്ട് ഡിറ്റർജൻസോ കാര്യങ്ങളോ ഇട്ട് വാഷ് ചെയ്യേണ്ട ഒന്നല്ല നമ്മുടെ ഡെഞ്ചർ എന്ന് പറയുന്നത്. പക്ഷേ നിർബന്ധമായിട്ട് അതിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ അകഭാഗവും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അത് വാഷ് ചെയ്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുള്ള ഫുഡിൻ്റെ അംശങ്ങൾ മറ്റണുക്കളും ഒക്കെ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വാഷ് ബേസിനിൽ ഇത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ബേസിനിൽ ഒന്നെങ്കിൽ വെള്ളം നിറച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്, അതല്ല വാഷ് ബേസിനിൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ ക്ലോത്തോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം ഇത് ഉപയോഗിച്ച് കഴുകാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് താഴെ വീഴുന്നതും അത് ഡാമേജ് ഉണ്ടാകുന്നതിനൊക്കെ കാരണമാവും. പിന്നെ ഇത് കഴുകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഒരു വശത്ത് മാത്രം പിടിച്ച് നിങ്ങൾ പ്രഷർ കൊടുത്തിട്ട് ബ്രഷ് ചെയ്യാനോ കഴുകാനോ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ലോവർ ഡെഞ്ചേഴ്സ്, താഴത്തെ അണയിലെ ഈ ഡെഞ്ചറുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു യൂണിഫോം പ്രഷറിൽ മാത്രമേ ഇത് പിടിക്കാൻ പാടുള്ളൂ. വളരെ കെയർ ചെയ്ത് പിടിക്കണം. പിന്നെ ബ്ലീച്ചിങ് ഇത് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അതിന് കൃത്യമായ കോൺസെൻട്രേഷൻ ഉണ്ട്. അത് മാത്രമല്ല, മെറ്റൽസ് യൂസ് ചെയ്തിട്ടുള്ള ഡെഞ്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലീച്ചിങ് സൊല്യൂഷൻസ് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റലിനെ അത് ഡാമേജ് ആക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്ലീച്ചിങ് സൊല്യൂഷനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എത്ര കോൺസെൻട്രേഷൻ, ഇത്ര മിനിറ്റ്, അത്രയും മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് യൂസ് ചെയ്യരുത്. ഏറ്റവും ബെസ്റ്റ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ഡെഞ്ചർ ക്ലീനിങ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓരോ ആഹാരത്തിന് ശേഷമൊക്കെ നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. വായുകളെ പോലെ നിങ്ങൾ ഡെഞ്ചറും സൂക്ഷിക്കുക. ഓക്കെ, ബൈ.